ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അനഘ. ഞാനിന്നൊരു പുതിയ ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത്, ആൻറ്റി നാറ്റാലിസം. ഇത് പലർക്കും പുതിയൊരു ടേം ആയിരിക്കും, ചിലർ മുന്നേ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ ഇതിന് മുന്നത്തെ വീഡിയോയിൽ വന്നൊരു കമൻറ്റാണ്, കെൻ യു പ്ലീസ് ടോക്ക് അബൌട്ട് ആൻറ്റി നാറ്റാലിസം. ആൻറ്റി നാറ്റാലിസം എന്ന് പറയുന്ന ആശയം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഭൂമിയിലേക്ക് ഒരു കുട്ടിയെ കൊണ്ടുവരുന്നത് ആ കുട്ടിയുടെ കൺസെൻറ്റ് ഇല്ലാണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു കുട്ടി ഈ ഭൂലോകത്തേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് വളരെയധികം യാതനകളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ആ കുട്ടിയുടെ ഒരു ഫോൾട്ട് കൊണ്ടല്ലല്ലോ, അത് നമ്മൾ ആ കുട്ടിക്ക് ഒരു ജനനം കൊടുക്കുന്നത് കൊണ്ട് ആ കുട്ടിക്ക് അങ്ങനെ സംഭവിക്കുന്നതല്ലേ. അപ്പോൾ നമ്മുടെ ഭാഗത്തല്ലേ തെറ്റ്? നമ്മൾ ആ കുട്ടിക്ക് ജനനം കൊടുക്കാൻ പാടില്ലല്ലോ. ആ കുട്ടിക്ക് അങ്ങനെ ഒരു ഈ ഭൂമിയിലേക്ക് വരാനൊരു അവസരം ഉണ്ടായതുകൊണ്ടാണ് ആ കുട്ടിക്ക് ഈ ലോകത്തുണ്ടായിരിക്കുന്ന എല്ലാ വിഷമങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് നമ്മൾ കൺസെൻറ്റ് ഇല്ലാണ്ട് നമ്മൾ ഒരാൾക്ക് ജനനം കൊടുക്കുന്നത്, കൺസെൻറ്റോട് കൂടി ആർക്കും എന്തായാലും ജനനം കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ സമ്മതമില്ലാണ്ട് ഒരു കുട്ടീനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത് തെറ്റാണ് എന്നാണ് ആൻറ്റി നാറ്റാലിസ്റ്റുകൾ വാദിക്കുന്നത്. അത് ഒരു തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിയുമാണ്. നമ്മൾ കൺസെൻറ്റോട് കൂടിയിട്ടല്ല ഒരു കുട്ടീനെയും ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ അതിൻ്റെ മറ്റൊരു വശം എന്താണെന്നുണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ ദുഃഖങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും മാത്രമല്ലല്ലോ, നല്ല നല്ല കാര്യങ്ങളുണ്ട്, സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകളുണ്ട്. അപ്പോൾ അതൊക്കെ കാണാനായിട്ടും ഈ കുട്ടീനെ നമുക്ക് ജന്മം കൊടുത്തത് കൊണ്ടാണല്ലോ പറ്റിയത്. അപ്പോൾ സന്തോഷങ്ങളുടെയും സങ്കടങ്ങളുടെയും ഒരു മിക്സ് ആണല്ലോ ജീവിതം. അതും അനുഭവിക്കാനായിട്ട് ഈ കുട്ടിക്ക് പറ്റുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ജന്മം കൊടുക്കുന്നത് തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ തിയറിയുടെ മറ്റൊരു വാദം എന്താണെന്നുണ്ടെങ്കിൽ, ജനിക്കാത്ത ഒരു കുട്ടിക്ക് ഈ ലോകത്തെ സന്തോഷങ്ങൾ അനുഭവിക്കാൻ പറ്റണില്ല എന്ന് വിചാരിച്ചിട്ട് അതിൽ പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നുമില്ല. പക്ഷേ ജനിച്ച ഒരു കുട്ടിക്ക് ഈ ലോകത്തെ വിഷമങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് തീർത്തും വേദനാജനകമായൊരു കാര്യമാണ്. അത് അൺനെസസറി ആയിട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് ജനനം കൊടുക്കേണ്ടതില്ല എന്നാണ് ഈ വാദം പറയുന്നത്. അപ്പം ഇതിനെ കുറച്ചും കൂടി ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് മനസ്സിലാക്കി തരാൻ ട്രൈ ചെയ്യാം. ഇപ്പോൾ കണ്ണ് കാണാത്ത ഒരാൾ, ജനിച്ചപ്പോൾ തൊട്ട് കണ്ണ് കാണാണ്ട് കുറേ കൊല്ലങ്ങളായിട്ട് ജീവിക്കണ ഒരാൾക്ക് കണ്ണ് കാണാനുള്ളൊരു ഒരു ഓപ്പറേഷൻ നടത്താനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ആ ഓപ്പറേഷൻ നടത്തണോ നടത്തണ്ടേന്ന് ഇങ്ങനെ അദ്ദേഹം ആലോചിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വിചാരിക്കുകയാണ്, കണ്ണ് കണ്ടിട്ട് എന്തിനാണ് ഞാൻ എന്തൊക്കെ പൊട്ട കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്, ആക്സിഡൻറ്റ്സ് നടക്കുന്നുണ്ട്, ചിലപ്പോൾ ഒരു അച്ഛൻ ഒരു കുട്ടീനെ കൊല്ലുന്നത് കാണേണ്ടി വരും, അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ കാണേണ്ടി വരും, അതുകൊണ്ട് എനിക്ക് കണ്ണിൻ്റെ ഓപ്പറേഷൻ ചെയ്യണ്ട, അങ്ങനെ വിചാരിക്കില്ലല്ലോ. എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഈ ഒരു ലോകത്ത് കാണാനുണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എത്ര കാര്യങ്ങളുണ്ട്, അതൊക്കെ കാണാം, അതുകൊണ്ട് എനിക്ക് എന്തായാലും ഓപ്പറേഷൻ വേണം, എനിക്ക് കണ്ണിൻ്റെ കാഴ്ച കിട്ടണം, അങ്ങനെയല്ലേ വിചാരിക്കുള്ളൂ. അതുപോലെയാണ് ഓരോ കുട്ടിയുടെയും ജനനം. കുറേ മോശം കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അതിനെ കവറപ്പ് ചെയ്യാനായിട്ട് അത്രയും തന്നെ അല്ലെങ്കിൽ അതിലും കൂടുതൽ നല്ല കാര്യങ്ങളുണ്ട് ഈ ലോകത്ത്. അപ്പോൾ ജനിക്കുന്നത് കൊണ്ട് ആർക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മെജോറിറ്റിയുടെ കാര്യമാണ് കേട്ടോ ഇവിടെയും പറയാൻ പറ്റുള്ളൂ. ദുരിതപൂർണമായ ജീവിതം നയിക്കുന്ന കുറേ പേരുണ്ടായിരിക്കും, എന്നാലും മെജോറിറ്റി ആൾക്കാരും കിട്ടിയ ലൈഫിൽ ഹാപ്പിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ പാട്ടുണ്ടല്ലോ, മതിയാകും വരെ ഇവിടെ ജീവിച്ച് മരിച്ചവരുണ്ടോ. അങ്ങനെ ജീവിച്ച് മരിച്ചവരൊക്കെ ആയിരിക്കും കുറേയൊക്കെ സൂയിസൈഡൊക്കെ ചെയ്തിട്ടുണ്ടാവുക. എന്നാലും അങ്ങനെ സൂയിസൈഡ് ചെയ്തവർക്കും ഒരു സെക്കൻഡ് ചാൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് തിരുത്തി ഒന്ന് ബെറ്റർ ലൈഫ് ഒന്നും കൂടെ ബിൽഡ് ചെയ്യാനായിട്ട് അവർക്കും ആഗ്രഹം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും നല്ലതാണ് നമ്മുടെ ഭൂമി സത്യത്തിൽ. പലരും അത് അറിയണില്ല, അല്ലെങ്കിൽ ഉള്ളതിൽ ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട് ട്രൈ ചെയ്യണില്ല. നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ തന്നെ പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ എപ്പോഴും മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാണ്. മറ്റുള്ളവരുടെ പോലത്തെ ഒരു ജീവിത സാഹചര്യം എനിക്കില്ല, അവരുടെ പോലത്തെ കാറില്ല, അവരുടെ പോലത്തെ ഫോണില്ല, അങ്ങനത്തെയൊക്കെ വിഷമങ്ങളാണ്. പക്ഷേ നമുക്കുള്ളത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഹാപ്പിനെസ് കണ്ടെത്താൻ ട്രൈ ചെയ്യാമെന്ന് നോക്കുന്നത് വളരെയധികം നല്ലതാണ്. അതിപ്പോൾ നമ്മൾ നമ്മുടെ പ്രകൃതിയിലേക്ക് ഇറങ്ങിയിട്ട് ഒരു നല്ല ഭംഗിയുള്ളൊരു പൂവിനെ കണ്ടിട്ട് സന്തോഷിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. അങ്ങനെ എല്ലാ ചെറിയ കാര്യങ്ങളും സന്തോഷിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് തന്നെ നമുക്ക് ഭയങ്കരമായിട്ടൊരു വ്യത്യാസം തോന്നും, നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും. അപ്പോൾ ഈ ആൾ തന്നെ എൻ്റെ അടുത്ത് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ്, ജീവിതത്തിൽ കല്യാണം ഇമ്പോർട്ടൻ്റ് ആണോ, കല്യാണം ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ഇമ്പോർട്ടൻ്റ് ആണോ, നമുക്കൊരു സിംഗിൾ ലൈഫ് ജീവിച്ചൂടെ, അല്ലെങ്കിൽ കുട്ടികളെ വേണമെന്നുണ്ടെങ്കിൽ അഡോപ്റ്റ് ചെയ്തുകൂടെ എന്നൊക്കെ. ഇതിനെനിക്ക് പറയാനുള്ളത്, ഓഫ് കോഴ്സ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മൾക്ക് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് കല്യാണം കഴിഞ്ഞാലാണോ ഒരു ബെറ്റർമെൻറ്റ് ഉണ്ടാവുക, അത് കല്യാണം കഴിക്കാണ്ടിരിക്കുന്നതാണോ നമ്മുടെ ലൈഫ് ബെറ്ററായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുക.
പണ്ട് കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിരുന്നത് എന്തുകൊണ്ടാണ്? സ്ത്രീകൾക്ക് വരുമാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുരുഷൻ ആണ് സ്ത്രീനെ ടേക്ക് കെയർ ചെയ്യുന്ന ആൾ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പുരുഷൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ ടേക്ക് കെയർ ചെയ്യുക, സ്ത്രീകളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ വീട് നല്ലോണം കൊണ്ടു നടക്കുക. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കല്യാണം എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അങ്ങനത്തെ ഒരു സോഷ്യൽ ഒരു എൻവയോൺമെൻ്റ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. സ്ത്രീകൾക്ക് അവരവരുടെ കാര്യങ്ങൾ തന്നെ ചെയ്യാനും തീരുമാനിക്കാനും എല്ലാം ഉള്ള റൈറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട്, എല്ലാവർക്കും ജോലിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കല്യാണത്തിനെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ടത് നമ്മളെ ബെറ്റർമെൻ്റ് ആണ്. ഇപ്പോൾ നമ്മളൊരു കല്യാണം കഴിക്കുമ്പോൾ അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കല്യാണം കഴിക്കുമ്പോൾ നമുക്ക് ബെറ്റർ ആയിട്ടാണോ അതുണ്ടാവുക? നമ്മുടെ ഫ്രീഡം കൂടുകയാണോ കുറയാണോ ചെയ്യുക? നമ്മുടെ സെൽഫ് എസ്റ്റീം കൂടുകയാണോ കുറയാണോ ചെയ്യുക? നമ്മുടെ ഹാപ്പിനെസ് കൂടുകയാണോ കുറയാണോ ചെയ്യുക? മെൻ്റൽ ഹെൽത്തിന് എന്താണ് സംഭവിക്കാൻ പോണത്? അങ്ങനെ കുറേ ആസ്പെക്ട്സ് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് വേണം നമ്മൾ തീരുമാനിക്കാൻ കല്യാണം കഴിയുന്നത് കൊണ്ട് അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാവാൻ പോകുന്നത് പോസിറ്റീവായിട്ടൊരു എഫക്റ്റ് ആണോ നെഗറ്റീവായിട്ടൊരു എഫക്റ്റ് ആണോ എന്ന്. നിങ്ങൾക്കൊരു സംശയമുണ്ട് എനിക്കിത് നെഗറ്റീവായിട്ടാണ് വരാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കാണ്ടിരിക്കുകയാണ് നല്ലത്. സിംഗിൾ ലൈഫിന് യാതൊരു വക ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പോണില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാൻ പോണില്ല. കുറേ നാൾ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നുള്ളൂ, കല്യാണം കഴിച്ചില്ലേ, കല്യാണം കഴിക്കാറായില്ലേന്ന്. അതൊരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ വിടുക. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ടാർഗറ്റ് അവർ കഴിയും, വേറെ ആരെങ്കിലും പിടിക്കും, അവരോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കല്യാണം കഴിച്ചില്ലേ കുട്ടിയായില്ലേന്ന്. അപ്പോൾ അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. നമുക്ക് എന്താണോ നല്ലതെന്ന് തോന്നുന്നത് അത് ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ വേണോ എന്നുള്ളത്. കുട്ടികൾ വേണോ എന്നുള്ളതും തികച്ചും ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മാത്രം ഒരു തീരുമാനമാണ്. അതിലേക്ക് റിലേറ്റീവ്സിനോ വേറെ ആർക്കും കൈകടത്തേണ്ട യാതൊരു വക ആവശ്യമില്ല. പിന്നെ നിങ്ങളുടെ സാഹചര്യം എങ്ങനെയാണെന്നും കൂടെ നോക്കണം. ഒരു കുട്ടീനെ നമ്മുടെ ഫാമിലിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഫാമിലി എങ്ങനെയാണ്, ആ കുട്ടീനെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുമോ? അല്ല ഒരു അച്ഛനമ്മയെ ഏത് നേരവും വഴക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഫാമിലിയിലേക്ക് ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ട്രോമയായിരിക്കും, ആ കുട്ടിയുടെ ലൈഫ് സ്പോയിൽ ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ആ കുട്ടീനെ ടേക്ക് കെയർ ചെയ്യാനുള്ളൊരു അവസ്ഥയില്ല. ഞാൻ പറയുന്നത് വേണ്ടതും വേണ്ടാത്തതൊക്കെ വാരിക്കോരി കൊടുക്കുക അങ്ങനത്തെ ഒരു അവസ്ഥയല്ല. പക്ഷെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആ കുട്ടിക്ക് ചെയ്ത് കൊടുക്കാൻ ഉള്ളൊരു കഴിവ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കുട്ടീനെ പറ്റി ആലോചിക്കുക. അല്ലെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ അവർക്കതൊരു ബുദ്ധിമുട്ടാവും. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു കുട്ടീനെ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ഇത് ഞാൻ ഉണ്ടാക്കിയൊരു പ്രോഡക്റ്റാണ്, ഇതിൻ്റെ ഫുൾ പവർ അല്ലെങ്കിൽ ഇതിൻ്റെ ഫുൾ അതോറിറ്റി എൻ്റെ ആണെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും പെരുമാറരുത്. അത് ആ കുട്ടികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ പണ്ട് കാരണന്മാരൊക്കെ പറയും കുട്ടികളില്ലെങ്കിൽ നിങ്ങളെ വയസ്സാം കാലത്ത് ആര് നോക്കും, അതുകൊണ്ട് കുട്ടികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. പക്ഷെ ഇന്നത്തെ കാലത്തൊന്നും അത് പ്രായോഗികമായ കാര്യമല്ല. കുട്ടികൾ നോക്കുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കുട്ടികൾ വലുതാകുമ്പോൾ അവരവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് പോവും. നമ്മളെ നോക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മളെ കുട്ടികൾ ഉണ്ടാക്കാൻ ഒരിക്കലും നിൽക്കരുത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വിഷയത്തിനെ പറ്റി എനിക്ക് സംസാരിക്കാനുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മിസ്റ്റർ ഓർ മിസ്സസ് എക്സ് വളരെയധികം നന്ദി. കാരണം ഇങ്ങനെ ഒരു പുതിയ ടോപ്പിക്കിനെ പറ്റിയിട്ട് എനിക്ക് അറിയാനും പഠിക്കാനും പറ്റി. ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതലായിട്ട് പറയാനോ അഭിപ്രായപ്പെടാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്